ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്കിന്ന് 100 പേർക്കുള്ള വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാനുള്ള ഓർഡറാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി കഴിക്കില്ല, ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നവർക്ക് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വെജിറ്റബിൾ ദം ബിരിയാണി. അപ്പോൾ വീഡിയോയുടെ ആദ്യ ഭാഗങ്ങളിൽ എനിക്ക് ചെറിയ ചില കാരണങ്ങളാൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെയ്ക്കുള്ളത് എന്താ ചെയ്തിരിക്കുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. 1 കിലോ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 4 കിലോ സവാളയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവയും ചതച്ച് ചേർത്തത് നല്ല ഗോൾഡൻ ബ്രൗൺ വരെ വഴറ്റി അതിലേക്ക് ഞാൻ പിന്നെ വഴറ്റിയതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസ് ആണ് ഇട്ട് കൊടുത്തത്. എല്ലാം 1 കിലോ 1.5 കിലോ അളവൊക്കെ ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞത്, ക്യാരറ്റ്, ബീൻസ്, കോണ്, പിന്നെ അപ്പോൾ ഗ്രീൻ പീസ്. അപ്പോൾ ഇത്ര ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം 1 കിലോ 1.5 കിലോൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഗ്രീൻ പീസ് പച്ചക്കുള്ളതാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഉണങ്ങിയതാണെങ്കിൽ അത് നമ്മളൊരു 6 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം കുക്കറിൽ വേവിച്ചിട്ട് ചേർക്കാവൂ. ഇത് മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ള കോളിഫ്ലവറാണ് 2 കിലോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് സോയ ചങ്ക്സ് കുതിർത്തിയെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഏത് തരം വെജിറ്റബിൾ വേണമെങ്കിലും ചേർക്കാം. ഇനിയിപ്പോൾ ഈ കൂണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. 3 കിലോ തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ അധികം ഇട്ട് കൊടുക്കുമ്പോൾ ഗ്രേവി നന്നായിട്ട് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും പുതിന ഇലയും കൂടിയിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്, അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുളക് പൊടി ഒരു 350 ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം വരെയുള്ള മുളക് പൊടി കേട്ടോ. ഇത് ബിരിയാണി മസാലയാണ്, ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. ഇതൊരു 200 ഗ്രാം മല്ലിയെ ചേർക്കുന്നുള്ളൂ. മല്ലിക്കുത്ത് അധികം എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഇത് നന്നായിട്ട് ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 2 ലിറ്ററോളം ഉണ്ട്. ഇത് നോക്കിയിട്ട് വീണ്ടും ഒഴിച്ച് കൊടുക്കുക. തൈരൊക്കെ ചേർക്കുമ്പോൾ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പിട്ട് കൊടുക്കുക പാകത്തിനുള്ളത്. ഒരു 1/2 ലിറ്ററും കൂടി തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മുഴുവനായിട്ടും പറയുകയാണെങ്കിൽ 2.5 കിലോ ആണ്. ഇവിടെ കിലോ കണക്ക് ഞങ്ങൾ വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ 2.5 കിലോ തൈര് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് എന്നിട്ട് പിളർന്നിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നേരത്തെ വഴറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇപ്പോൾ പച്ചക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ല ഗ്രേവി ആക്കി എടുക്കണം. പച്ചവെള്ളം ഒഴിക്കണ്ട, തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിനെ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. പച്ചക്കറി വഴറ്റിയതോട് കൂടിയിട്ടൊരു ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒന്നും കൂടി പച്ചമണം ഒക്കെ മാറി ആ ഗ്രേവിയിൽ കിടന്നിട്ടൊന്ന് വേവട്ടെ. അപ്പോൾ നമുക്കിതിനെ പാകത്തിന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുക്കാം കുറവാണെങ്കിൽ. അപ്പോൾ എല്ലാം കൂടി ഇളക്കി ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കാം. കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗ്രേവിക്കൊരു കളറ് കുറവ് തോന്നി. അപ്പോൾ ഇനി അടച്ച് വെച്ചിട്ട് വേവിക്കാം. വെറും ഒരു 5 മിനിറ്റ് തന്നെ വെക്കണ്ട കേട്ടോ. അത്രയും മാക്സിമം വയ്ക്കാവൂ. 3 മിനിറ്റ് വെച്ചാലും മതിയാവും. അടി പിടിക്കാതെയൊക്കെ നോക്കണം. ഉരുളൻകിഴങ്ങ് വന്നിട്ടുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ ഉരുളൻകിഴങ്ങ് വന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം തന്നെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 100 ഗ്രാം അണ്ടിപ്പരിപ്പും 2 ടേബിൾ സ്പൂൺ കസ്കസും കൂടി കുതിർത്തി വെച്ചതിന് ശേഷം മിക്സിയിൽ അരച്ചെടുത്താണ് ചേർത്തത്. പിന്നെ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൽ പകുതിയേ ഉള്ളൂ, പകുതി ഞാൻ ഉപയോഗിച്ചാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ കട്ടിക്കുള്ള പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ തേങ്ങാപ്പാലും ഇല്ലയെന്നുണ്ടെങ്കിൽ പശുവും പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ കൂടെ പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്.
ഇത് കുറച്ച് പെരുംജീരകം പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഇളക്കി ചേർത്തതിന് ശേഷം ഓൾമോസ്റ്റ് നമ്മുടെ ഗ്രേവി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. മസാല കുറച്ച് നെയ്യ്, പശുവിൻ നെയ്യാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. പശുവിൻ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും മതി, നല്ല ഫ്ലേവറായിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫാക്കി ഇത് നമുക്കിനി അടച്ച് മാറ്റി വയ്ക്കാം. നമുക്കിനി റൈസിൻ്റെ പണി നോക്കാം. അപ്പോൾ റൈസ് 13 കിലോ അരിയാണ് ഞാനിവിടെ വെക്കുന്നത്. അതിലേക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തോന വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് ഹോൾ സ്പൈസസും സാജീരകമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ടതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പിടണം കേട്ടോ. ഉപ്പ് പാകത്തിനിട്ടതിന് ശേഷം വീണ്ടും ഒരു പിടിയും കൊണ്ട് ഇടുക. അപ്പോൾ ഉപ്പൊന്നും മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് അരിയിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കൂടെ പോകും. പിന്നെ ഏലക്ക ഇട്ട് കൊടുക്കുക. ഇത് ബാസ്മതി റൈസാണ്. 40 മിനിറ്റ് നേരം ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. കഴുകിയതിന് കുറേ നല്ല വെള്ളം തെളിയോളം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും മിനിമം കുതിരാൻ വെക്കണം. ഇത് ഞാൻ എൻ്റെ ബാൽക്കണിയിൽ ചട്ടിയിൽ വളർത്തിട്ടോ, രമ്പയില നമ്മൾ പുലാവിലും ഒക്കെ ഇടില്ലേ, അപ്പോൾ ഇത് നല്ല ഫ്ലേവർ കൊടുക്കും റൈസിന്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. പുതിനയിലയും ഇവിടെ ഉണ്ടാക്കിയത് തന്നെ കേട്ടോ. അപ്പോൾ അരി വെള്ളം നന്നായി തിളക്കട്ടെ. വെള്ളം തിളച്ചതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി വെള്ളത്തിൽ നിന്നൊക്കെ ഊറ്റിയെടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് 13 കിലോ വെക്കണുള്ളൂ. 15 കിലോ ആണ് ശരിക്കും 100 പേർക്കുള്ള കണക്ക്. അത് മുതിർന്ന ആൾക്കാർക്കാണെങ്കിൽ, ഇതിപ്പോൾ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് 13 കിലോ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് 100 പേർക്ക് 13 കിലോ ആക്കിയത്. ഉള്ളി വറുത്തെടുത്ത എണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. അരികൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കും. ഇനി നമുക്ക് നാരങ്ങ നീര് കൊണ്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ 4 നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മുഴുവൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് നമ്മുടെ അരി വെന്തോ നോക്കാം. അരി വെന്തോ നോക്കുമ്പോൾ ഒരു 80% വേവിക്കണ്ടു. നമ്മൾ അത് എടുത്ത് നോക്കുമ്പോൾ അരി കടിക്കുമ്പോൾ പച്ച കടിക്കാൻ പാടില്ല, നടു പെട്ടെന്ന് തന്നെ മുറിയണം. ആ ഒരളവായി കഴിഞ്ഞാൽ അപ്പം നമുക്ക് സ്റ്റവ് ഓഫാക്കിയിട്ട് അരി ഊറ്റിയെടുക്കാം. അരി മുഴുവനായി വെന്തതിന് ശേഷം മാത്രം നിങ്ങൾ ഊറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതാണ്, അതിലിരുന്നിട്ടും ഒരുപാട് വെന്ത് പോവും, അരി ഒട്ടാനൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മൾ 80% വേകുമ്പോഴേക്കും അത് ഊറ്റിയെടുക്കുക. അപ്പോൾ അരിയൊക്കെ ഇവിടെ ഊറ്റി കഴിയാറായി. വീണ്ടും ആ ചെമ്പ് തന്നെ വെച്ചിട്ട് ദമ്മിടാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഉള്ളി വറുത്ത എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ മസാലയുടെ പകുതി ഇട്ട് കൊടുക്കുന്നുള്ളൂ. പകുതി ഭാഗം വേറെ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നടുഭാഗത്താണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് അടിയിലിട്ട് കൊടുക്കുകയാണ്. നിരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് വറുത്ത ഉള്ളി ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് റൈസ് നിരത്തി കൊടുക്കാം. ഇപ്പോൾ റൈസൊക്കെ കണ്ടില്ലേ, ഒന്നും ഒട്ടാതിരിക്കുന്നുണ്ട് കേട്ടോ നല്ലതായിട്ട്. അപ്പോൾ ഇത് ഇനി 15 മിനിറ്റ് നേരം ഇതിനകത്ത് ദമ്മിടുമ്പോൾ വീണ്ടും ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ അരിയുടെ മുകളിൽ ബാക്കി പകുതിയുള്ള ഗ്രേവി കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഗ്രേവി 2 ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കണം, ഒന്ന് അടിയിലും ഒന്ന് നടുഭാഗത്തും. അപ്പോൾ നന്നായിട്ട് നിരത്തി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ ചോറിടാം. നമുക്ക് വെജിറ്റബിൾ ബിരിയാണി മുഴുവനും മിക്സ് ആക്കിയിട്ട് ഈ ഗ്രേവി ചോറിൽ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ രീതിക്കുള്ളത് അത് വേറെ ടൈപ്പാണ്. ഇത് വെജിറ്റബിൾ ദം ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ ദം ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എടുക്കുമ്പോൾ നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഉള്ളി വറുത്ത എണ്ണ ഒഴിച്ച് കൊടുത്തു. മഞ്ഞപ്പൊടിയും പാലും കൂടി ഒരു കളറിന് വേണ്ടി കലക്കിയതാണ് കേട്ടോ. നിങ്ങളുടെ അടുത്തതില്ല എന്നുണ്ടെങ്കിൽ കേസരി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ബിരിയാണി മസാല, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഇത് പൈനാപ്പിളാണ്, പൈനാപ്പിൾ ചെറുതാക്കി അരിഞ്ഞത്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി വറുത്തതാണ്. ഉള്ളി വറുത്തത് നന്നായിട്ട് നിരത്തി കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തെടുത്തത്, പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി മിക്സ് ആക്കിയിട്ടുള്ള അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് റോസ് വാട്ടറും കൂടി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ചോറിട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ലെയറൊക്കെ നല്ലതായിട്ട് വരും കേട്ടോ. ഇനി ഇത് 15 മിനിറ്റ് നേരം ദമ്മിൽ വെക്കും. ഞാൻ അടിയിൽ കാണിക്കാൻ പറ്റിയില്ല, ഈ സ്റ്റവിൻ്റെ അടിയിൽ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചട്ടിയുടെ മുകളിലാണ് ഈ പാത്രം കയറ്റി വെച്ചിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വെച്ച് കൊടുത്താൽ നമ്മുടെ ഗ്രേവിയൊക്കെ അടി പിടിക്കും, കരിയും. ഞാൻ അതേപോലെ തന്നെ ലെയർ വീണ്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം നെയ്യ്, എണ്ണ, ക്യാരറ്റ്, പൈനാപ്പിൾ എല്ലാം സെയിം നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി ചെയ്യാണ്. ഏറ്റവും മുകളിലും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മളിതിനെ മൈദ വെച്ച് ഒട്ടിച്ചിട്ട് 15 മിനിറ്റ് നേരം ദമ്മിൽ വെക്കും. ഇതിപ്പോൾ സമയം 11 മണിയായിട്ടുള്ളൂ. അപ്പോൾ ദമ്മ് ഓഫാക്കുമ്പോഴേക്കും 11 ഞങ്ങളുടെ ഇത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു 11 ആവുമല്ലോ. പിന്നെ ദമ്മ് കൂടി ഇരിക്കുമ്പോഴേക്കും 11:30 ആവും. പക്ഷേ ഇത് കഴിക്കാൻ തുറക്കുന്നത് 1 മണി സമയത്താണ്. അപ്പോൾ അത്രയും നേരം ഇത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അരിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ദമ്മ് വെച്ചതിന് ശേഷം 1 മണിക്കൂർ തുറക്കാതെ വെക്കണം ബിരിയാണിക്ക്. എങ്കിലാണ് അതിൻ്റെ ആ ശരിക്കുള്ള ഒരു പാത്രപ്പരുവെന്ന് പറയില്ലേ, ആ പരുവം കൂടി കിട്ടുള്ളൂ. ബിരിയാണിയൊക്കെ ദമ്മിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഉടനെ തുറക്കുമ്പോൾ അത് അത്ര ഗുണം പോരാ. അപ്പോൾ ഇതുപോലെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാം മൈദ വെച്ച് തേച്ചിട്ട് ഉണ്ട്. നമുക്ക് ഞാൻ ഒട്ടിച്ചു കൊടുക്കാം. മുകളിൽ ഒരു ചിരട്ടയും കത്തിച്ച് വെച്ചിട്ടുണ്ട്, മുകളിൽ നിന്ന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി അവിടെ ദമ്മ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് പപ്പടം കാച്ചാണ്. പപ്പടം കൂടി കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ബിരിയാണിയുടെ കൂടെ സലാഡ്, അച്ചാർ, പപ്പടം. അപ്പോൾ അതും കൂടി കാച്ചിരിക്കണം. ഒരു 100-150 പപ്പടം കാച്ചിരിക്കണം. ഇതിവിടെ വീട്ടിൽ ഹോം മെയ്ഡ് പപ്പടമാണ് കേട്ടോ. ഞങ്ങൾക്കൊരു പപ്പടം തരുന്ന ഫ്രണ്ട് ഉണ്ട്, അവർ കൊണ്ടുവന്ന് തരും, വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ പപ്പടമൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. അച്ചാർ, നാരങ്ങ അച്ചാർ ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട് കേട്ടോ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് 30 കിലോ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് അത് കാണണേ. അപ്പോൾ സലാഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സലാഡിനൊന്ന് അനാറൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ദം ബിരിയാണി അവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് പൊട്ടിച്ചിട്ടുള്ള ഒരു വീഡിയോ അവിടെ നിന്ന് എനിക്ക് അയച്ചെന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.